നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. സേവ് ദി ഡേറ്റ്. ആരോഗ്യ സർവകലാശാല പരീക്ഷകൾ മാറ്റി. ആരോഗ്യ സർവകലാശാല 20-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്ന തിയറി പരീക്ഷകൾ മാറ്റി. പുനഃക്രമീകരിച്ച തീയതികൾക്കും വിവരങ്ങൾക്കും www.kuhs.ac.in. LLM താൽക്കാലിക അലോട്ട്മെൻറ്റ്. LLM കോഴ്സുകളിലേക്കുള്ള 1-ാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. www.ce.kerala.gov.in. ലിസ്റ്റ് സംബന്ധിച്ച് സാധുവായ പരാതികളുണ്ടെങ്കിൽ ce.info.ce@kerala.gov.in ഇമെയിൽ വഴി 8-ാം തീയതി 4 മണിക്കുള്ളിൽ അറിയിക്കണം. കേറ്ററ്റ് 20 വരെ അപേക്ഷിക്കുക. അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ കേറ്ററ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. https://catet.kerala.gov.in വെബ് പോർട്ടൽ വഴി 11 മുതൽ 20-ാം തീയതി വരെ അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ മാർഗനിർദ്ദേശങ്ങൾ താഴെ കാണുന്ന വെബ്സൈറ്റുകളിൽ ലഭിക്കും. പുനഃപരീക്ഷ. തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 5-ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കായി 11-ന് നടത്താനിരുന്ന ഇലക്ട്രിസിറ്റി ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. പുനഃപരീക്ഷ 14-ന് 9:30 മുതൽ 12:30 വരെ നടത്തും. PC തീയതി നീട്ടി. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം 2025 മാർച്ചിൽ നടത്തുന്ന പൊതുപരീക്ഷകളുടെ ഫീസ് അടയ്ക്കുന്നതിനുള്ള തീയതികൾ നീട്ടി. പിഴയില്ലാതെ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി നവംബർ 18. പിഴ 20 രൂപ ഉൾപ്പെടെ 23-ാം തീയതി വരെ, 600 രൂപ സൂപ്പർ ഫൈനോടുകൂടി 28-ാം തീയതി വരെയും അടയ്ക്കാം. 2025 മാർച്ചിൽ നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫീസ് പിഴ കൂടാതെ ഒടുക്കേണ്ട അവസാന തീയതി 18 വരെയും, 20 രൂപ ഫൈനോടുകൂടി 20 വരെയും, 20 രൂപ ഫൈനോടുകൂടി ദിനം പ്രതി 5 രൂപ ഫൈനോടുകൂടി ഫീസ് എടുക്കേണ്ട അവസാന തീയതി 23-ാം തീയതി വരെയും, 600 രൂപ സൂപ്പർ ഫൈനോടുകൂടി ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി 28-ാം തീയതി വരെയും നീട്ടി. JEE മെയിൻ 2025 ആദ്യ സെക്ഷനിലേക്കുള്ള അപേക്ഷ 22-ാം തീയതി വരെ സ്വീകരിക്കും. ആധാറിലെയും 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലെയും പേരുകൾ തമ്മിലുള്ള നേരിയ വ്യത്യാസം മൂലം ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്ന് ചില വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷാ ഫോമിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചെറിയ മാറ്റം വരുത്തി. ആധാറിലെയും വിദ്യാഭ്യാസ രേഖകളിലെയും പേരുകൾ നൽകാൻ കഴിയുന്ന രീതി gmain.nta.nc.in എന്ന വെബ്സൈറ്റിൽ വിശദമാക്കിയിട്ടുണ്ട്. പാരാമെഡിക്കൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 11-ന്. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനമുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 11-ാം തീയതി നടത്തും. lbscenter.kerala.gov.in വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർ ഇന്നു മുതൽ 14-ാം തീയതി വരെയും ഓൺലൈനായി പുതുക്കിയ കോഴ്സ്, കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കണം. മുൻപ് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിക്കില്ല. മുൻ അലോട്ട്മെൻറ്റുകൾ വഴി സർക്കാർ കോളേജുകൾ ഒഴികെ പ്രവേശനം നേടിയവർ NOC അപ്ലോഡ് ചെയ്യണം. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് ഒടുക്കി അതത് കോളേജുകളിൽ 13-ാം തീയതിക്കകം പ്രവേശനം നേടണം. ഫോൺ നമ്പർ 04712560 മെറിറ്റ് സ്കോളർഷിപ്പ്. സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് മാനുവലായിട്ട് അപേക്ഷിക്കേണ്ട വിദ്യാർത്ഥികൾ കോളേജ് IITEDU.kerala.gov.in സ്കോളർഷിപ്പ് മെനുവിൽ ലഭ്യമാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് 25-ാം തീയതി വൈകിട്ട് 5-നകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 9446780308. LLB സീറ്റ് ഒഴിവിൽ അപേക്ഷിക്കാം. ഗവൺമെൻറ് ലോ കോളേജുകളിലെയും സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലെയും ത്രിവത്സര LLB കോഴ്സ് പ്രവേശനത്തിനുള്ള 2-ാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുകളിലേക്ക് പ്രവേശനത്തിന് പരിഗണിക്കാൻ അലോട്ട്മെൻറ്റ് നടപടി വെബ്സൈറ്റിൽ ആരംഭിച്ചു. പുതിയ ഓൺലൈൻ ഓപ്ഷനുകളിൽ 11-ാം തീയതി വൈകിട്ട് 3 മണി വരെ രജിസ്റ്റർ ചെയ്യാം. സംയോജിത പഞ്ചവത്സര LLB കോഴ്സ് പ്രവേശനത്തിന് 2-ാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് ശേഷമുള്ള ഒഴിവുകളിലേക്ക് വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റ് നടപടികൾ തുടങ്ങി. ഓൺലൈൻ ഓപ്ഷനുകളിൽ 11-ാം തീയതി 3 മണി വരെ രജിസ്റ്റർ ചെയ്യാം. വെബ്സൈറ്റ് www.ce.kerala.gov.in. ഹെൽപ്പ് ലൈൻ നമ്പർ 04712525 ആയുർവേദം താൽക്കാലിക അലോട്ട്മെൻറ്റ്. ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ്, എൻവയൺമെൻറ്റ് സയൻസ്, BTech ബയോടെക്നോളജി,
കോഴ്സുകളിലേക്ക് സ്റ്റേ വേക്കൻസി താൽക്കാല അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പരാതികൾ ceinfo.ce@kerala.gov.in എന്ന ഇമെയിൽ മുഖേന ഇന്ന് ഉച്ചയ്ക്ക് 12 മുമ്പ് അറിയിക്കണം. സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റി സ്കോളർഷിപ്പിനായി scholarship.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അവസാന തീയതി 15-ാം തീയതിയാണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ അവസാന തീയതി 30-ലേക്ക് നീട്ടി. ഫോൺ നമ്പർ 9446096580. ജിമെയിൽ postmetricscholarship@gmail.com. PG മെഡിക്കൽ പിരിവുകൾ തിരുത്താം. PG മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷകൾ രേഖകളിലെ പിരിവുകൾ 11-ാം തീയതി വൈകിട്ട് 5 മണി വരെ തിരുത്താം. ആയുർവേദം അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി കോഴ്സ് പ്രവേശനത്തിനുള്ള ഒഴിവുള്ള സീറ്റിലേക്ക് പുതുതായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയുള്ള പുതുക്കിയ അന്തിമ റാങ്ക് ലിസ്റ്റും കാറ്റഗറി ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. www.ce.kerala.gov.in റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ അതത് കോഴ്സുകളിലേക്ക് യോഗ്യതകൾ പ്രവേശന സമയത്ത് നേടിയിരിക്കണം. ഫോൺ നമ്പർ 0471252530. UGC നെറ്റ് പരീക്ഷയിൽ ആയുർവേദ ബയോളജിയും വിഷയമായി ഉൾപ്പെടുത്തി. ഡിസംബറിൽ നടക്കുന്ന നെറ്റ് പരീക്ഷ മുതൽ ഈ വിഷയത്തിന് അപേക്ഷിക്കാം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് UGC കമ്മീഷൻ ബോർഡ് യോഗത്തിൽ ഇതിനുള്ള തീരുമാനം സ്വീകരിച്ചത്. കോളേജ് അധ്യാപക നിയമനത്തിനും JRA ഫെലോഷിപ്പിനുമുള്ള യോഗ്യതാ പരീക്ഷയാണ് UGC നെറ്റ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.